അപ്പോൾ ലൈഫ് അൺബോക്സ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇതാണ് നമ്മുടെ ഷെഫ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പുള്ളി ഒരു ചെറിയൊരു ഡീറ്റെയിലായിട്ട് പറയുന്നതാണ്. നെയ്ച്ചോറാണ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ നെയ്ച്ചോറാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നെയ്ച്ചോറിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആയ ബസ്മതി അരി, ഗീ, നെയ്യ്, പിന്നെ ഓണിയൻ, ഇഞ്ചി, വെളുത്തുള്ളി, ഏലം, കറുവപ്പട്ട, ഗ്രാമ്പ്, ബേ ലീഫ്, അങ്ങനെ എല്ലാം കൂടെ നമ്മൾ അതിൻ്റെ മസാലക്കൂട്ടും റെഡിയാക്കുക. ഉപ്പിട്ട് തിളച്ച ശേഷം ബസുമതി റൈസ് കഴുകിയിട്ട് അതിലേക്ക് ഇടും. അപ്പോൾ ചേട്ടാ, നമ്മൾ ഇപ്പോൾ ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴേ നമ്മൾ എത്ര കിലോ കോഴി എടുത്തത്? നമ്മൾ കോഴി എടുക്കുന്ന പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ നമുക്ക് ഓർഡർ കിട്ടുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ കോഴി എടുക്കുന്നത്. അതിപ്പോൾ നമ്മൾ എത്ര പേർക്കുള്ള ചിക്കൻ? ഇതിപ്പോൾ നമ്മളിപ്പോൾ 250ക്കാണ് ഉണ്ടാക്കുന്നത്. അതിനനുസരിച്ചുള്ള സവോള, അതിനനുസരിച്ച് സവോള, അതിന് തക്കാളി, ഓയിൽ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അളവ്. അതിനുള്ള ആ പേസ്റ്റാണ് ഇപ്പോൾ 250 പേരുടെ തക്കാളി, സവോള, അതിനുള്ള പേസ്റ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ചെറുതായിട്ട് ഈ ചിക്കൻ പറ്റും. ഇനി അതിലേക്ക് എല്ലാ പൊടികളും കൊടുക്കും. അത് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി ചിക്കൻ ഹാഫ് വേവിലെടുക്കും. അതിന് ബാക്കി ഹാഫും അതിലിട്ടാണ് വേവിക്കുക. അപ്പോൾ ഇതിലേക്ക് അതിന്റെ മസാല ഇതൊക്കെ ഇതിലേക്ക് പിടിച്ചു. അതായത് ആ ചിക്കൻ ഉടയാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, കുറച്ച് മറ്റേ നമ്മൾ വറുത്തിട്ട് ആ ഗ്രേവിയിലിട്ട് ആക്കുകയാണ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ ചിക്കൻ വറുത്തോണ്ടിരിക്കുകയാണ്. എന്തിനാ മനസ്സിലായി? ഈ ചിക്കനാണ് നമ്മൾ ആ ഗ്രേവിയിലിട്ട് മിക്സ് ചെയ്യുന്നത്, കറിയിലിട്ട്. അപ്പോൾ ഇതിന് അധികം വേവ് പാടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതായി കഴിഞ്ഞാൽ, വെന്ത് കഴിഞ്ഞാൽ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ്. അതെ, അപ്പോൾ നമ്മുടെ ചെമ്പ് ജസ്റ്റ് ഒന്ന് ഇളക്കുകയാണ്. നമ്മളത് ഇനി ദമ്മിടും. ഇപ്പോൾ ജസ്റ്റ് ഇളക്കുകയാണ്. അതെ, അപ്പോൾ നമ്മളത് എത്രത്തോളം ഉപ്പുണ്ടെന്നും അതിൻ്റെ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടേ. അതെ, അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു. അതെ, നെയ്യ് ഒഴിച്ചതിന് ശേഷം പിന്നെ അത് മൂടി കൊണ്ട് ഫുള്ളായി കവർ ചെയ്തു. പിന്നെ താഴെയുള്ള വിറക് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിലുള്ള കനലുണ്ടല്ലോ, കനലും ചായരും കൂടെ ചേർന്ന് അതെടുത്തിട്ട് അതിലേക്ക് ഇത്ര മണിക്കൂർ നമ്മൾ വെക്കണം. നമ്മളതിന് ഒരു 45 മിനിറ്റോളം വെക്കും. അത്രയും കനലെടുത്ത് മുകളിൽ വെതറുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത പരിപാടിയായ കറി ഉണ്ടാക്കാൻ പോവാണ്. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്? നമ്മൾ ഇങ്ങനെ ഓയിലുണ്ട്. ഓക്കെ, ആദ്യം ഓയിൽ കൊടുക്കും. പിന്നെ സബോള, തക്കാളി, പിന്നെ അതിലേക്കുള്ള ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് റോസ്റ്റ് മിക്സ് ചെയ്തിട്ട് എല്ലാം കൊണ്ടും. പിന്നെ നമ്മൾ അതിനുള്ള പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലകളെല്ലാം സെറ്റ് ചെയ്യും. പിന്നെ ഈ വറുക്കുന്ന ചിക്കൻ അതിലേക്ക് നമ്മൾ കോട്ട് ചെയ്ത് ഒരു ചിക്കൻ റോസ്റ്റ് കറി. അത് എത്ര സമയം വെക്കണം? അത് നമ്മളൊരു മാക്സിമം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറോളം നമ്മൾ നല്ല ക്രസ്റ്റ് ചെയ്ത് നല്ല രീതിക്ക് അങ്ങോട്ട് നന്നായി ചെയ്യും. 1.5 മണിക്കൂർ സെറ്റ് ആവും. നല്ല സെറ്റ് ആവും. സ്ലോവിൽ കത്തിച്ചിട്ട് അതെ, നല്ല തീ ആൾ കത്തിക്കാൻ പാടില്ല. സ്ലോവിൽ കത്തിച്ചിട്ട് ശരിക്കും പാടണം, അലിയണം. ടേസ്റ്റ് നല്ല. അതിന്റെ കളർ എന്തായി മാറണം? ഗോൾഡൻ കളർ വരും. അപ്പോഴാണ് ഇത് ശരിയായ രീതിയിൽ പിന്നെയാണ് അതിന്റെ മസാലകളൊക്കെ ചേർത്ത്. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ എത്ര കിലോൻ്റെയാണ് ഇത്? ഇതൊരു 35 കിലോ ഉള്ളി. 35 കിലോ ഉള്ളി ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്യണം. ഗാർലിക്ക്, പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? ഗാർലിക്, ജിഞ്ചർ, ഗ്രീൻ ചില്ലി, തക്കാളി ജ്യൂസ് കഴിക്കും. അതെ. അപ്പോൾ ഇത് എത്ര പേർക്ക് കഴിക്കാൻ പറ്റും ഈ കറി? ഇതൊരു 300 പേര് കഴിക്കാം. 300 പേർക്ക് കഴിക്കാൻ പറ്റുന്ന കറിയാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മൂപ്പരാണ് ഇതിൻ്റെ മാസ്റ്റർ. ഹീസ് എ പ്ലാനർ ഓഫ് മേക്കിംഗ് ദ ഫുഡ്. അരച്ചൊഴിക്കും, കാഷ്നട്ട് അരച്ചൊഴിക്കും. അതെ അല്ലേ, തിക്കിൻസ് കിട്ടാൻ, ടേസ്റ്റും കൂടും. ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് അത് ചെയ്യും. അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുക. ആ ഒരു ടഫ് ഇത് പോവും. ഇതാണ് കാഷ്നട്ട്. ഇതെന്താ ഒഴിക്കുന്നത് ചേട്ടാ? ഇതാണ് കാഷ്നട്ട്. കാഷ്യൂനട്ട് മിക്സിയിലടിച്ചത് അല്ലേ? വേവിച്ച് മിക്സിയിലടിക്കും. ഇപ്പം തന്നെ കാണാൻ തന്നെ അതൊരു നല്ലൊരു അല്ലേ ഒരിത് വന്നു. അതുകൊണ്ട് അടിയെ പിടിക്കാണ്ടിരിക്കാൻ മാസ്റ്റർ എപ്പോഴും കറക്റ്റായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അല്ലെങ്കിൽ അത് അടിയെ പിടിച്ചു കഴിഞ്ഞാൽ അല്ലേ, അടി പിടിക്കില്ല, പിടിക്കാണ്ട് നോക്കണം. അപ്പം കാഷ്യൂനട്ടിലുള്ള ഒരു വഴുവഴുപ്പാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഇതാ മുളക് പൊടി ഇടുകയാണ്. പൗഡർ, മുളക് പൊടി ഇട്ടു, ചില്ലിപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് ഇളക്കുകയാണ്. ഗരം മസാല, പെപ്പർ, കുരുമുളക്. ഓക്കെ, ചാട്ട് മസാല, ഹോട്ട് വാട്ടർ, ചൂടുവെള്ളം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കറക്റ്റായി വരുന്നുണ്ട് കണ്ടോ. ഇതോടൊപ്പം തന്നെ നമ്മൾ ചിക്കൻ പാരലലി അത് വറുത്ത് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹാഫ് ബോയിൽഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമ്മളത് കറിയിലിട്ടിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ വേവിക്കുന്നു. പിന്നെ നമ്മൾ ഈ ചിക്കൻ ഇപ്പോൾ നമ്മൾ വറുത്ത് കഴിഞ്ഞ ശേഷം ആ ഉരുളിയിരിക്കുന്ന സബോള അതുപോലെ തന്നെയുള്ള മസാലക്കൂട്ടുണ്ടല്ലോ, അതെ അതെ, ഇത് നമ്മൾ 4 മണിക്കൂറോളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതെ അതെ തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ നമുക്ക് അത് എത്ര ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്, ആ തിള വന്നിട്ട് പോലും അവർ നിർത്താണ്ട് ഇളക്കുകയാണ്. അപ്പോൾ അത് ശരിയായ രീതിയിൽ മസാല എല്ലാം പിടിച്ച് ചൂടായി എന്നിട്ട് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. നന്നായി വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ പാത്രം മുഴുവൻ നമ്മളെടുത്ത് താഴേക്ക് വെച്ചു. ഇതാ നമ്മൾ ഉള്ളി വറുത്തത്, പിന്നെ കരുവേപ്പിൻ്റെ ഇല, അങ്ങനെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം കൂടെ ഇട്ടത് അത് വെതറി ഇട്ടിരിക്കുകയാണ്. ക്യാരറ്റ് ഇട്ടത് നമ്മൾ മിക്സ് ചെയ്യാണ്, കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാനും കളർ കിട്ടാനും വേണ്ടിയിട്ട്. അപ്പോൾ നെയ്യ് കഴിക്കുന്നത് എന്തിനാണ്? നന്നായിട്ട് അതിൻ്റെ നല്ല മണം കിട്ടാനും അതൊന്നും കൂടെ ഒന്ന് ഫ്ലെക്സിബിൾ ആവാനും, റൈസ് ഒന്നും കൂടെ ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കും. ഇപ്പോൾ തന്നെ ആകെ നല്ല കളറെല്ലാം ടോട്ടൽ ഡിഫറെൻ്റ് ആയി, കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. ഇളക്കാൻ പോകണം, കണ്ടോ റൈസ് നോക്കൂ. വാവ്, സൂപ്പർ. അത്ര ശക്തമായിട്ട് ഇളക്കണം. ഇത് ചേട്ടാ ഇത് ഇളക്കുന്നത് എന്തിനാണ്? അത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരാൻ, മിക്സിങ് ആക്കാൻ വേണ്ടിയിട്ടാണ് മാസ്റ്റർ ഇത് ഇളക്കുന്നത്. സോ എല്ലാ ഭാഗത്തു നിന്നും പുള്ളി ഇളക്കുകയാണ്. ഓക്കെ, റൈസ് നന്നായി വെന്ത് വന്നു. കറക്റ്റ് 20 മിനിറ്റാണ് നമ്മൾ ദമ്മിൽ വെച്ചത്. ആ 20 മിനിറ്റ് കൃത്യമായിട്ട് മിക്സ് ചെയ്ത് വന്നു. ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് എത്ര നല്ല നീറ്റായിട്ടാണ് അത് വന്നിരിക്കുന്നത് എന്ന്. കണ്ടോ, ചൂടോടെ അടിയോടുകൂടി പുള്ളി മൊത്തം റൈസിനെ ഇറക്കുകയാണ്. എന്നിട്ട് അത് മുകളിൽ നിന്ന് താഴേക്ക് ഒപ്പമാക്കുകയാണ്. ഇനി ഇതിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഓണിയൻ, കരുവേപ്പിൻ്റെ ഇല വറുത്തത്, കാഷ്യൂ നട്ട്, മുന്തിരി എല്ലാം കൂടെയുള്ള മിക്സ് ഒന്നും കൂടി ഇട്ടു. മൊത്തം നെയ്ച്ചോറ് സെറ്റായതിനു ശേഷം അത് സെർവ് ചെയ്യാനായിട്ട് നമ്മളത് നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ നെയ്ച്ചോറ് നമ്മളിങ്ങനെ അതിനെ ഇളക്കി ആ ചൂടോടെ ആ സാധനം എടുക്കുമ്പോൾ വരുന്ന മണം ഒരു രക്ഷയില്ലാത്തൊരു മണം. പിന്നെ ചിക്കൻ നമ്മൾ വീണ്ടും അതിൻ്റെ ഗ്രേവിയിലേക്ക് ഇടുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല കണ്ടോ, നമുക്ക് ഏതാണ്ട് ഒരു 35 കിലോ ചിക്കൻ ആണ് നമ്മൾ ഇതിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ കിടന്നിട്ട് ഇനിയും കുറച്ചും കൂടെ വേവും. അപ്പോൾ ഫുള്ളായിട്ട് വെന്ത് അത് നല്ല കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഹാഫായിട്ട് വേവിച്ച് എണ്ണയിലിട്ട് വറുത്തിട്ട് അതിന് ശേഷം തിരിച്ച് നമ്മൾ ഈ വലിയൊരു കലത്തിലേക്ക് ഇട്ടിട്ട് വീണ്ടും അത് വേവിക്കുകയാണ്. അതപ്പോൾ റോസ്റ്റ് ആയി കിട്ടും. ഇതാ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയായി. ഇനി നമ്മൾ നെയ്ച്ചോറ് ചിക്കൻ റോസ്റ്റും ആണ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അത് നമ്മൾ റെഡിയായി കഴിഞ്ഞു. എന്താ സെമി ഗ്രേവി കണ്ടോ, തിളച്ച നല്ലൊരു ടേസ്റ്റി എമ്മി ഫുഡാണ് ഇത്. അതായത് ആ ചിക്കൻ വറുത്തിട്ട് ആ ഗ്രേവിയിലിട്ടപ്പോൾ കാണുന്ന ആ ഒരു ഇതാ കണ്ടോ ഗൈസ്, ഇത് നോക്കൂ, എന്ത് കാണാൻ തന്നെ എന്ത് രസമാണ്. നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഒപ്പം ചിക്കൻ ഗ്രേവി ഉണ്ട്. ഇത് നോക്കൂ, കഴിച്ചു. നല്ല രീതിയിൽ നല്ല നെയ്യിൻ്റെ ഒക്കെ മണമുണ്ട്. നമുക്ക് കുറച്ച് ഗ്രേവിയും കൂടെ ആയിരുന്നു ഒഴിക്കാം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിച്ചു ടേസ്റ്റ് നോക്കട്ടെ. ആദ്യം നല്ല ചൂടുണ്ട്, എന്നിരുന്നാലും നമ്മൾ കഴിക്കുകയാണ്. വാവ്, ഞാനിതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് ഉണ്ടാക്കി തന്ന, സ്നേഹത്തോടെ തന്ന നമ്മുടെ മാസ്റ്ററോടാണ്. അപ്പോൾ തിളച്ച ചിക്കൻ കറി നമ്മൾ കഴിക്കാൻ പോവാണ്. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ വൈൻഡിങ് അപ്പ്. താങ്ക് യു ഗൈസ്. ബൈ.